കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 45. രചന ശാലിനി ഇ.എ. സമയം രാവിലെ 11 മണി കഴിഞ്ഞു. മാണിക്യത്ത് തറവാടിൻ്റെ ഗേറ്റ് കടന്നതും പൂമുഖത്തിരിക്കുന്ന അച്ഛൻ ചന്ദ്രശേഖരനെയാണ് മാധവും ഹൃദയവും കണ്ടത്. മക്കളുടെ പറയാതെയുള്ള വരവ് കണ്ടു ആശ്ചര്യത്തോടെ അയാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. നന്ദിനി, ദേ മക്കൾ വന്നു. അയാൾ സന്തോഷത്തോടെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും അകത്തു നിന്നും ഒരുവൾ അതിലും സന്തോഷത്തിൽ പുറത്തേക്ക് ഓടിയെത്തി. അധികം തടിയില്ലാത്ത എന്നാൽ അത്യാവശ്യം തടിയുള്ള ഒത്തിരി മുടിയുള്ള വെളുത്ത നിറമുള്ള ഒരു സുന്ദരിയായിരുന്നു നന്ദിനി. ഹൃദ്യയ്ക്കും ജോലയ്ക്കും അമ്മയുടെ ഛായയാണ്. അമ്മയെന്ന് ഓർത്തതേയുള്ളൂ. എത്ര ദിവസമായി എൻ്റെ മക്കൾ പോയിട്ട് എന്നും കൂടി വന്നില്ലച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണമെന്നും അച്ഛനോട് പറഞ്ഞിരിക്കുക ഞാൻ. മാധവിനെയും ഹൃദയെയും ഇരു കൈകളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പൂമുഖത്തേക്ക് കയറുമ്പോൾ നന്ദിനി പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം ഞാൻ അവിടെ ഇരുന്ന് കേട്ടു. അതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ തനിച്ച് വയ്യട മധു. അച്ഛൻ അത് പറഞ്ഞതും അവൻ അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അച്ഛൻ എന്തേ ഇന്ന് കമ്പനിയിൽ പോയില്ലേ? ചെറിയൊരു പനിക്കോള്, പിന്നെ ഇന്ന് കമ്പനിയിൽ വലിയ തിരക്കുമില്ല. അമ്മ കുട്ടിക്ക് സുഖമല്ലേ? ഹൃദയെ നന്ദിനിയെ പൊതിഞ്ഞു പിടിച്ചും കൊണ്ട് ചോദിച്ചു. ചിരിച്ചും കൊണ്ട് നന്ദിനി ഹൃദയയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഹാളിലേക്ക് കയറിയപ്പോഴാണ് ഭിത്തിയിലിരിക്കുന്ന ആകാശിൻ്റെ വലിയ ഫോട്ടോ മാധവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കെടാവിളക്ക് പോലെ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട് ആ ഫോട്ടോയ്ക്കടിയിൽ. വേഗം മുന്നിലേക്ക് നടന്ന് മാധവ് ആ ബൾബിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. അച്ഛാ, ആ ഫോട്ടോ ഊരി വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവൻ്റെ പ്രവൃത്തികൾ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നന്ദിനിയും ചന്ദ്രശേഖറും. അതിനിടയിലാണ് ഫോട്ടോ ഊരി മാറ്റണമെന്ന മാധവിൻ്റെ പ്രസ്ഥാനം. നിനക്കെന്താ മാധു, ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ആ സ്വിച്ച് ഓൺ ചെയ്യാനായി വിരലുയർത്തി. മാധവ് പെട്ടെന്ന് തന്നെ അവരുടെ കൈകളിൽ പിടിച്ചു. മാധു, നീ എന്തിനാ മോനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? അവന് നിൻ്റെ അനിയനല്ലേ, പോയ ലോകത്ത് അവന് കുറച്ച് വെളിച്ചം കിട്ടിക്കോട്ടടാ. അത് പറയുമ്പോഴേക്കും ചന്ദ്രശേഖരൻ്റെ മെയ്കൾ നിറഞ്ഞിരുന്നു. നന്ദിനി ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. എവിടെയെങ്കിലും പോയി അലറിക്കരയാൻ ആ അമ്മ മനസ്സ് വിതുമ്പുന്നുണ്ടായിരുന്നു. ഹൃദയ ദയനീയതയോടെ മാധവിനെ നോക്കി. ഇനിയും അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കല് വല്യേട്ടാ എന്നൊരു ധ്വനിയുണ്ടായിരുന്നു ആ നോട്ടത്തിൽ. അച്ഛാ, മാധവ് പതിയെ വിളിച്ചു. അയാൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മാധവിനെ നേർക്ക് നോക്കി. മരിച്ചുപോയവരുടെ ഫോട്ടോയ്ക്ക് മുന്നിലല്ലേ അച്ഛാ അങ്ങനെ ദീപം തെളിയിച്ചു വയ്ക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അത് ഓഫാക്കി കളഞ്ഞത്. മാധവ് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മാധു. എനിക്ക് വിശന്നിട്ട് വയ്യ, അമ്മേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തേ. അച്ഛൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവൻ അമ്മയെ ഉന്തിത്തള്ളി അടുക്കളയിലേക്ക് നടന്നു. ചന്ദ്രശേഖർ ഒന്നും മനസ്സിലാകാതെ ആ നിൽപ്പ് നിൽക്കുകയാണ്. മുഖം താഴ്ത്തി നിൽക്കുന്ന ഹൃദയെ നോക്കിയതും അവിടെ എന്തോ കള്ളത്തരം മറയ്ക്കാനുള്ള വെപ്രാളമായി അയാൾക്ക് തോന്നി. മോളെ! ആ ഒരു വിളി മതിയായിരുന്നു ഹൃദയയ്ക്ക്. ഓടി വന്നവൾ അയാളെ പൊതിഞ്ഞു പിടിച്ചും കൊണ്ട് നെഞ്ചിലേക്ക് വീണു. തേങ്ങിക്കരയുന്നവളെ പുറത്തു മെല്ലെ തട്ടി അയാൾ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കാതെ, വല്യേട്ടനൊന്നും വിചാരിച്ചു കൊണ്ടാവില്ല അങ്ങനെ ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ വിഷമം വരുമെന്നത് അവൻ എന്തേ ഓർക്കാതിരുന്നത്? ഹൃദയ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുനീർ അപ്പോഴും തോർന്നിരുന്നില്ല. എല്ലാ കാര്യങ്ങളും വല്യേട്ടൻ തന്നെ പറയട്ടെ എന്ന് അവൾ വിചാരിച്ചു. മുഖത്ത് സങ്കടമുണ്ടെങ്കിലും നന്ദിനി എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. കഴുകിയിരിക്കും ഹൃദയ, മാധവ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കഴുകിയിരുന്നു. അതോടെ ഹൃദയം കഴുകി മാധവിൻ്റെ അടുത്തായി വന്നിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമായിരുന്നു വിഭവങ്ങൾ. സവോള കൊണ്ടുള്ള ചമ്മന്തിയുമുണ്ട്. ഹൃദയ്ക്കും മാധവിനും ആകാശിനും ഏറെ പ്രിയപ്പെട്ടതാണ് ആ ചമ്മന്തി. നിങ്ങൾ രണ്ടുപേരും എന്താ നിൽക്കുന്നത്? ഇരിക്കി. കസേര ചൂണ്ടി മാധവ് പറഞ്ഞതും രണ്ടുപേരും കസേരകളിലേക്ക് ഇരുന്നു. മക്കളെ കാണാതിരുന്ന് കണ്ടപ്പോഴുള്ള സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എങ്ങോട്ടാ പോയത് പോലെയായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. 2 ഇഡ്ഡലി കഴിച്ചതിന് ശേഷമാണ് മാധവ് അച്ഛൻ്റെ നേർക്ക് നോക്കിയത്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അയാൾ പതിയെ മൂളി. അച്ഛൻ്റെ ജീവിതത്തിൽ എന്ത് വാർത്ത കേട്ടാലാണ് അച്ഛൻ ഏറ്റവും സന്തോഷിക്കുക? ചോദ്യം ചോദിച്ചതിന് ശേഷം മാധവ് അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അച്ഛൻ മകനെ ഒന്ന് നോക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന നന്ദിനിയെ നോക്കി. അച്ഛൻ്റെ ജീവിതത്തിൽ ഇനി സന്തോഷം പകരാൻ ഒരു വാർത്തയ്ക്കും കഴിയില്ല മോനെ. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇപ്പോൾ ഞങ്ങൾ. അവസാന വാക്കുകൾ പറയുമ്പോഴേക്കും അയാളുടെ ചങ്കിടറിയിരുന്നു. നന്ദിനിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്കെടുത്തു. നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മാധവ് ആകാശിനെ വിളിച്ചിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തിയാൽ വീഡിയോ കോൾ ചെയ്യുമെന്നും
അച്ഛനെയും അമ്മയെയും ഓർമ്മയുള്ളതുപോലെ അഭിനയിക്കണമെന്നും അവൻ ചട്ടം കെട്ടിയിരുന്നു. ഞാൻ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം. അത് പറഞ്ഞുകൊണ്ട് അവൻ ആകാശിനെ വീഡിയോ കോൾ ചെയ്തു. അല്പസമയം തന്നെ അപ്പുറത്ത് ആകാശ് ലൈനിൽ വന്നു. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയതേയുള്ളൂ, ഇതാ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. അത് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അച്ഛൻ്റെയും അമ്മയുടെയും നേർക്ക് തിരിച്ചു വെച്ചു. രണ്ടുപേരും സ്ക്രീനിലേക്ക് നോക്കിയതും ഉള്ളിൽ നിന്നൊരു സ്ഫോടനമുണ്ടായതുപോലെ നന്ദിനിയുടെ കണ്ണുകൾ വിടർന്നു വന്നു. മോനെ, അമ്മയുടെ പൊന്നേ, അവർ ഉറക്കെ നിലവിളിച്ചു. മോനെ ആകാശേ. ചന്ദ്രശേഖരും നിലവിളിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. മാധവും ഹൃദയം കൂടി കഴിക്കുന്നത് കയ്യാൽ തന്നെ അവരെ താങ്ങി പിടിച്ചു. ചന്ദ്രശേഖർ ഫോണും കൈപ്പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു. മോനെ, അച്ഛന് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. നിന്നെ നഷ്ടപ്പെട്ടതോർത്ത് ഉരുകി കഴിയുന്ന അച്ഛനും അമ്മയും അല്ലടാ ഞങ്ങൾ. ഈശ്വര, എൻ്റെ കുഞ്ഞ് എവിടെയായിരുന്നു ഇത്രയും നാളും? നീ എന്താ ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തത്? അച്ഛൻ്റെ വേദന കണ്ടു ആകാശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അച്ഛൻ്റെ കണ്ണുകളിലെ വേദന അവനിൽ ഇല്ലായിരുന്നു. കാരണം ആ അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തിൻ്റെ ആഴം അവനിപ്പോഴും അറിയില്ലല്ലോ. മോനെ എന്ന ആർത്തി വിളിച്ചും കൊണ്ട് നന്ദിനി അവിടെ ഓടിയെത്തിയത് അപ്പോഴായിരുന്നു. അവർ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. അമ്മയുടെ മോൻ വാ, അമ്മയ്ക്ക് കാണണം, ഇപ്പോൾ കാണണം. കണ്ടില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകും മോനെ. ഞാൻ വരാം അമ്മേ, ഇപ്പോഴൊരു ട്രീറ്റ്മെൻറ്റിലാണ്. അത് കഴിഞ്ഞാലുടൻ ഞാൻ നാട്ടിലേക്ക് വരാം. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ, എപ്പോഴും കാണാലോ. കുറേയധികം സംസാരിച്ചിട്ടാണ് അവൻ ഫോൺ വെച്ചത്. അപ്പോഴേക്കും നന്ദിനി കരഞ്ഞ് ഒരു വഴിക്കായിരുന്നു. പിന്നീട് അവർ മാധവ് പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന കേൾവിക്കാരായി മാറി. അവനിപ്പോൾ ഞങ്ങളെ ഒന്നും കണ്ടാൽ അറിയില്ലല്ലേ. നീ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ചത്. ഓർമ്മയെല്ലാം സാവധാനം തിരിച്ചു കിട്ടട്ടെ. ദൈവങ്ങൾ എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ. എങ്ങനെയാണ് ഞാൻ അവരോട് പ്രത്യുപകാരം ചെയ്യേണ്ടത്? ഇപ്പോൾ അച്ഛന് മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് ആ ബൾബിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന്? മാധവ് അച്ഛന് നേർക്ക് നോക്കി. കഴിഞ്ഞു പോയ 2 വർഷവും എൻ്റെ കുഞ്ഞ് മരിച്ചെന്നോർത്ത് കരഞ്ഞു തീർത്ത ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ. ഇനി അവനെ നേരിൽ കാണുന്നത് വരെ എനിക്കൊരു സമാധാനവുമില്ല. മോനെ മാധു, നീ എങ്ങനെ അവനിലേക്ക് എത്തി? നന്ദിനി നിറമിഴികളോടെ തിരക്കി. ആ കഥ കൂടി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അറ്റാക്ക് എടുത്ത് ചാവൂ അമ്മേ. മാധവ് ചെറിയൊരു പുഞ്ചിരിയോടെ നന്ദിനിയെ നോക്കി. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ചന്ദ്രശേഖർ ചോദിച്ചതും മാധവ് ഒന്ന് ദീർഘശ്വാസം വലിച്ചു. ഞങ്ങൾ ഇന്നിവിടേക്ക് വന്നത് തന്നെ ഞെട്ടിക്കുന്ന 2 സത്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് 21 വർഷം പഴക്കമുള്ളതാണ്. 21 വർഷമോ? അതെന്താ അങ്ങനെ ഒരു കണക്ക്? നന്ദിനി സംശയം നിറഞ്ഞ മിഴികളോടെ ചോദിച്ചു. 21 വർഷം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട ഹൃദയമോൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? നന്ദിനി സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. കുഞ്ഞാ, നീ ഞങ്ങളെ പറ്റിക്കുന്നതല്ലല്ലോ? ദയനീയമായ സ്വരത്തിൽ ചന്ദ്രശേഖർ ചോദിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റിച്ചിട്ട് ഞാൻ എന്ത് നേടാനാണച്ചാ? ഞാൻ ആ കോളേജിൽ കയറിയ ദിവസം MSc മാത്സിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് നേരം വൈകി ക്ലാസ്സിലേക്ക് കയറി വന്നു. ഞാൻ കരുതി അതിഹൃദ്യയാണെന്ന്. കാലത്ത് ഞാൻ അവളുടെ ക്ലാസ്സിൽ ഇരുത്തുമ്പോഴുള്ള വേഷവും ഭാവവുമല്ല. അമ്മയുടെ മുടി പോലെ നീളമുള്ള മുടിയാണ്. ഇവളെന്ത് ഈ കോലത്തിൽ നിന്ന് കരുതി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് അറിയുന്നത് ആ കുട്ടിയുടെ പേര് ജ്വാല സത്യനാഥൻ എന്നാണെന്ന്. ഇവളുടെ ക്ലാസ്സിൽ പോയി അവളെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ സംശയം നീങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അന്വേഷണമായിരുന്നു. അന്ന് നമുക്ക് കാർ ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് ഒരു കാർ കൂടി ആക്സിഡൻ്റ് ആയിരുന്നില്ലേ? അവരുടെ കയ്യിലും ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞാണ് അന്ന് തീപ്പൊള്ളലിട്ട് മരിച്ചത്. മുഖം മുഴുവൻ പൊള്ളി അടർന്നാണ് നമ്മുടെ മോളെ അവരുടെ കയ്യിലേക്ക് കിട്ടിയത്. മുഖത്തെ പാടുകൾ കാരണം അവർക്ക് അവരുടെ കുഞ്ഞിനെ തിരിച്ചറിയാനുമായില്ല. 3 വയസ്സിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്തപ്പോഴാണ് ആ മുഖം ക്ലിയറായത്. അപ്പോഴേക്കും എല്ലാ അർത്ഥത്തിലും ആ കുഞ്ഞ് അവരുടേതായി മാറിക്കഴിഞ്ഞിരുന്നു. ജ്വാലമോൾക്കറിയില്ല അവൾ അവരുടേതല്ലെന്ന്. ഈ പറയുന്ന സത്യനാഥൻ്റെ സഹോദരി ഒരു ഡോക്ടറാണ്. എല്ലാ വർഷവും അവരുടെ കൂടെ മെഡിക്കൽ ക്യാമ്പിനായി ആദിവാസി കോളനിയിൽ അവർ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയപ്പോഴാണ് അവൾ ആകാശിനെയും അവൻ്റെ അവസ്ഥയെയും അറിയുന്നത്. കാളിദാസ് അനിയത്തിക്ക് ട്യൂഷൻ എടുക്കാനായി ജ്വാലമോൾ ചിറ്റൂർമംഗലത്ത് തറവാട്ടിലേക്ക് വരാറുണ്ട്. അന്നേരമാണ് ദാസിൻ്റെ റൂമിലുള്ള ആകാശിൻ്റെ ഫോട്ടോ കാണുന്ന ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്. കുഞ്ഞിപ്പങ്ങൾ ആങ്ങളെ കണ്ടെത്തി തന്നു അല്ലേ? അച്ഛൻ്റെ ചോദ്യത്തിൽ നിറഞ്ഞ സങ്കടം മാധവിൻ്റെ മിഴികളെ ഈറനാക്കിയിരുന്നു. അമ്മയ്ക്ക് കാണണ്ടേ ജ്വാലമോളെ? മോളിനൊപ്പം മിഴികൾ അടച്ചതും കണ്ണുകളിൽ നിറഞ്ഞിരുന്ന മിഴിനീർ കണങ്ങൾ അവരുടെ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. മാധവ് ഫോണിലെ ഗാലറിയിൽ നിന്നും 2 അനിയത്തിമാരെയും ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോ അച്ഛനെയും അമ്മയും കാണിച്ചു കൊടുത്തു.
ഈശ്വര, എൻ്റെ മക്കൾ. കരഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ഫോട്ടോയിൽ നിന്നും ഒന്ന് അമർത്തി ചുംബിച്ചു. എന്നിട്ട് അരികിലിരിക്കുന്ന ഹൃദയെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടമർത്തി. എൻ്റെ വയറ്റിൽ വളരുന്നത് 2 കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം മുതലുള്ള പ്രാർത്ഥനയായിരുന്നു, ഒരുപോലെയുള്ള 2 പെൺകുഞ്ഞുങ്ങളെ തരണേ എന്ന്. ഒരുപോലെ ആയതുകൊണ്ടല്ലേ ഇവളെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അതേ എന്ന അർത്ഥത്തിൽ മാധവ് തലയാട്ടി. നിങ്ങളോടൊപ്പം മോളെയും കൊണ്ടുവരാമായിരുന്നില്ലേ? അവൾക്കൊരു 2 അച്ഛന്മാരെയും ഉണ്ടച്ച. കഥകളെല്ലാം അവർ മനസ്സിലാക്കിയെങ്കിലും അവർ നമുക്കവളെ വിട്ടുതരുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? സത്യനാഥൻ എന്ന ആ അച്ഛൻ ജോലമോൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ 2 പേരെയും ആ അച്ഛനും അമ്മയും അംഗീകരിച്ചു എന്നതിലല്ലേ സന്തോഷിക്കേണ്ടത്? മരിച്ചുപോയി എന്ന് കരുതിയ നമ്മുടെ മോൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത ശ്രവിക്കാൻ കഴിഞ്ഞത് തന്നെ പുണ്യമല്ലേ അമ്മേ? എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ 2 പേരെയും കൂടെ വരണം. പിന്നൊരു കാര്യം, അവളെ കാണുന്നതൊക്കെ കൊള്ളാം, അവൾ സത്യം അറിയാത്തിടത്തോളം അവളെയൊന്നും അറിയിക്കരുത്. അങ്ങനെയൊരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ 2 പേരെയും കൊണ്ടുപോകൂ. ഞങ്ങൾ അവളെ അറിയിക്കില്ല മോനെ. അകലെ നിന്നെങ്കിലും ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ മതി. നന്ദിനി പറയുന്നത് കേട്ട് മാധവ് ഒന്ന് ചിരിച്ചു. അകലെ നിന്നല്ല, അടുത്തിരുന്ന് തന്നെ കാണാം. എൻ്റെയും ഹൃദയുടെയും ആകാശിൻ്റെയും അച്ഛനും അമ്മയും മാത്രം. ആ അച്ഛനും അമ്മയും എല്ലാം സമ്മതിച്ചു. ഇവരെ കണ്ടെത്തിയ കാര്യമൊന്നും അമ്മാവനോടോ അമ്മായിയോടോ മുത്തശ്ശിയോടോ പറയരുതെന്ന് മാധവ് പ്രത്യേകം ഓർമ്മിച്ചു. ജോലയ്ക്ക് സംഭവിച്ച ആക്സിഡൻറ്റിനെ കുറിച്ച് മാത്രം അവൻ അവരോട് പറഞ്ഞില്ല. എല്ലാം നേരിൽ കാണട്ടെ, അപ്പോൾ അറിയാം. അന്ന് വൈകുന്നേരം മാധവ് ഹൃദയം കൂട്ടി കസ്തൂരി പോയി. കസ്തൂരി കരുണാകരനെ കാണാൻ.